ഹായ്, ദിസ് ഇസ് ജോയൽ ആൻഡോ, യുവർ ഫിസിക്കൽ തെറാപ്പിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു ആളെ കാണുമ്പോൾ ഒരു വെയിറ്റ് അസ്യൂം ചെയ്യും. അപ്പോൾ ആ വെയിറ്റിൽ കൂടുതലാണ് അയാൾക്കെങ്കിൽ ആളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ കണ്ട ഇത്ര വെയിറ്റ് തോന്നണില്ലല്ലോ, ചിലപ്പോൾ ഒരു 100 കിലോ ഉള്ള ആളായിരിക്കാം, പക്ഷെ ആളെ കണ്ട അത്ര കിലോ തോന്നില്ല. അപ്പോൾ നമ്മൾ അവരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറയും, ഓ ഇതെൻ്റെ ബോൺ വെയിറ്റ് ആണെന്ന് പറയും. പക്ഷെ ഇനി അങ്ങനെ ആരും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ് ബോൺ വെയിറ്റ്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ഹ്യൂമൻ ബോഡി, ഏതൊരു ഹ്യൂമൻ ബോഡി എടുത്താലും അതിൻ്റെ 20% മാത്രമായിരിക്കും നമ്മുടെ ടോട്ടൽ ബോൺ വെയിറ്റ്. ഇനി എത്ര ബോൺസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നിങ്ങൾക്കറിയോ? അറിയെങ്കിൽ കമൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 206 ഇത്രയും ബോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ ആകെ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ബോൺസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ബോഡി വെയിറ്റിൻ്റെ 20%. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു 50 കിലോ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് വെറും 20%, അതായത് ഏകദേശം 10 കിലോ വരെയാണ് ആളുടെ ബോൺ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ബോൺ വെയിറ്റ് ആണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താൽ മതി. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോൺസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജനും അതേപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കൊളാജൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടീൻ. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രോട്ടീൻ കഴിക്കാൻ പറയുന്നതും കാൽഷ്യം ഡോക്ടർമാർ തരുന്നതും ഈ ബോൺ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ബോൺ ഗ്രോത്ത് ഇത് നിങ്ങൾക്കുള്ളതല്ല, ഫിസിയോസിനും അതേപോലെ തന്നെ മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തു പോവാം. അതായത് ഈ ഓസ്റ്റിയോക്ലാസ്റ്റ്, ബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ്സ് ഉണ്ട്. ഈ 3 ഫേസ് ഉണ്ട് ഈ ബോണിന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വീക്സിൽ നമ്മുടെ ബോണിൽ എന്തെങ്കിലും ഡെഡ് ടിഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് വന്നിട്ട് അത് റിപ്പയർ ചെയ്യും. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 months എടുക്കണ ഒരു പ്രൊസീജിയറാണ്. അതായത് എവറി 3 months ഈ ബോൺ ഗ്രോത്ത് ആവും. അതായത് നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഇത്രയല്ലേ നമ്മുടെ ബോൺ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇത്രയില്ലേ. അപ്പോൾ ഇതിനെ സഹായിക്കുന്നതാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ്. പിന്നെ ഓസ്റ്റിയോസൈറ്റ് ഉണ്ട്. ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോൺ എന്തെങ്കിലും റപ്ചർ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ ഈ ഓസ്റ്റിയോസൈറ്റുകളാണ് എയർലി ഡിറ്റക്ഷന് സഹായിക്കുന്നത്. സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ DM ചെയ്താൽ മതി, ഞാൻ PDF അയച്ചു തരാം. അത്രേ ഉള്ളൂ. ബൈ ബൈ.